ഹായ് ഓൾ. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഡീറ്റെയിൽ ആയിട്ട് എവിടെ നിന്നാണ് മേടിച്ചത്, എന്തായിരുന്നു റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് എന്താണ് പർച്ചേസ് ചെയ്തതെന്നുള്ള സാധനങ്ങൾ മാത്രം ഒന്ന് കാണിക്കുക, അതിന്റെ വിലയും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം, കുഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? നമുക്ക് ഓരോന്നിരുന്നിട്ട് കാണാം. ഗോൾഡിൽ നിന്ന് തുടങ്ങാം. ഞങ്ങൾ ജയ്ക്കോ ജ്വൽസിലാണ് പോയത് കേട്ടോ. ആദ്യം വീഡിയോയിൽ ഞാൻ പറയണ്ട്, ആദ്യം ഒരു ജ്വല്ലറി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തൊഴിലേക്ക് പോകാണ് ഉണ്ടായത്. അപ്പൊ അത് നമ്മൾ ജയ്ക്കോയിൽ പോയി ചെന്നു. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് ചോദിച്ച പോലത്തെ ഉണ്ടായിരുന്നു, അതല്ലാതെ വേറെയും കുറച്ച് ഓപ്ഷൻസ് കാണിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച് പോയ പോലത്തെ അല്ല ഞാൻ എടുത്തത്. ഒരു കുഞ്ഞി അല്ലാത്ത വീതിയുള്ള പോലത്തെ ഒരു മോഡല് വളയാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്കിത് ഇഷ്ടമായി. കാര്യം എന്ന് വെച്ചാൽ നന്നൂനും നിവിക്കും നമ്മൾ ആദ്യം വാങ്ങിച്ചത് കമ്പിയുടെ പുറത്തെ യൂഷ്വൽ ടൈപ്പ് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അത് പാകല്ലാണ്ടായപ്പോൾ കുട്ടികൾ വലുതായപ്പോൾ പിന്നെ മാറി മേടിക്കാനുണ്ടായത്. അപ്പൊ എടുത്തത് ഇതുപോലത്തെ തന്നെ വളയാണ് കേട്ടോ. ഇതിപ്പോ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിനുള്ളില് അത് പറയാൻ മറന്നുപോയല്ലോ, ഇതിനുള്ളിലൊരു കുഞ്ഞു വളയും കൂടെ, നമ്മൾ വലിയ ആൾക്കാർക്ക് വള വാങ്ങുമ്പോൾ അതിന്റെ ഉള്ളിലൊരു വള ഇട്ട് തരില്ലേ, നല്ല ബലത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വളവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ വള ഇട്ട് മേടിച്ചു കേട്ടോ അതിനകത്ത്. ഇപ്പൊ പിള്ളേരുടെ നന്നൂനും നിവിക്കും നമ്മൾ വാങ്ങിയപ്പോഴും അങ്ങനെ ഇട്ട് തന്നെയാണ് മേടിച്ചത്. ഫസ്റ്റ് വണ്ടി ഇതായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ 14,800 or 900 അങ്ങനെ സംതിങ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ തന്നെ 2 ഐറ്റംസും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ നമുക്ക് കണ്ടുപോകാം. പിന്നെ നമ്മൾ മഹാറാണിന്നാണ് നമ്മൾ ബ്ലൗസ് പീസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ ആ സമയത്ത് ഞാൻ നോർമലി സംസാരിക്കുന്നതിന് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സ്പീഡ് ആവുന്നുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടുവരുമ്പോൾ കമന്റ്സിൽ അറിയിക്കണേ. അപ്പൊ മഹാറാണി കയറിയപ്പോ ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഡിസ്കൗണ്ടിൽ നിന്ന് കുറച്ച് നോക്കി, അതിന് ശേഷം എനിക്കൊരു വള ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളൊരു വള വാങ്ങിച്ചു. ഇതാണ് വള. പിന്നെ അതിന് ശേഷം നമ്മൾ ഇയറിങ്സ് വാങ്ങാൻ വേണ്ടി പല കടകളിൽ കൂടെ നടക്കുന്നതായിട്ട് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറെ കടയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് അങ്ങനെ ഒത്തിരി കളക്ഷൻസ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വലിയ കളക്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊടുപുഴയ്ക്കോ അല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്കോ ഒക്കെ പോകണം. ഇവിടെ നമുക്ക് നമ്മുടെ ഏരിയയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഷോപ്സ് ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പിള്ളേരൊക്കെ ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ വിചാരിച്ചില്ല. മീൻസ് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരിക അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഓർമ്മ എടുത്തു. ഞങ്ങൾ 540 രൂപയാണ് കേട്ടോ. അപ്പൊ വില കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അത്രയും വേണ്ട, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. എനിക്ക് 400 രൂപയ്ക്കാണ് കേട്ടോ. നമ്മള് അങ്ങനെ ഒരു റെഗുലർ കസ്റ്റമർ അല്ലായിരുന്നിട്ട് കൂടെ നമുക്ക് നല്ല ഓഫറിൽ തന്നിട്ടുണ്ട്. അപ്പൊ വണ്ണപ്പുറത്തെ റോയൽ ഹബ്ബ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാനത് മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മള് കുട്ടികൾക്ക് ചെരുപ്പ് അങ്ങനത്തെ സംഗതികളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ഷൂസ് ആണ് എപ്പോഴും അവൻ യൂസ് ചെയ്യാറ്. ഷൂസ് യൂസ് ചെയ്യുമ്പം കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ അവന് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അങ്ങനെ പോകുമ്പോ. അപ്പൊ അതുകൊണ്ട് നോർമൽ ചപ്പൽ എന്ന് പറഞ്ഞാൽ അവന് ക്രോക്സ് ആണ് ഉള്ളത്, വേറെ ചപ്പൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ചപ്പൽ വാങ്ങാന്ന് വിചാരിച്ചു, അങ്ങനെ മേടിച്ചു നമ്മളിത്. ഇത് കൊള്ളാട്ടോ, ഇട്ടിട്ട് നല്ലതാണ്. ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ അറിയാം. പിന്നെ ഈ പറഞ്ഞ ഞാനൊരു കുറച്ചൊരു വലിയ സൈസ് തന്നെ മേടിച്ചേക്കുന്നത്. പെട്ടെന്ന് ചെരുപ്പുകൾ ചെറുതായി പോട്ടെ, അപ്പൊ അതുകൊണ്ട് ഒരു സൈസ് വലുതിൽ കിട്ടിയെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മളെ നന്നൂനും ഒരു ജോഡി മേടിച്ചിട്ടുണ്ട്. ഇത് നോർമൽ ഒരു ചെരുപ്പട്ടോ, അത്രേ ഉള്ളൂ. ഉണ്ടായിരുന്ന ചെരുപ്പ് അവൾക്ക് പെട്ടെന്ന് ചെറുതായി പോയി. കറക്റ്റ് സൈസ് ഞാനന്ന് മേടിച്ചിരുന്നത്, അപ്പൊ ചെറുതായി പോയി. അതുകൊണ്ട് ഇതും ഞാൻ ഒരു സൈസ് വലുതന്നെയാണ് മേടിച്ചേക്കണേ. പെട്ടെന്ന് ചെറുതാവണ്ടല്ലോ, എപ്പോഴും വാങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇതൊന്നും അധികം റേറ്റിലാട്ടോ. നമ്മൾ അവന്റെ ചെരുപ്പിന് 300 രൂപ കേട്ടോ. 300 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇത് 390. ഇത് തൊടുപുഴയിൽ നിന്ന് വാങ്ങിച്ചു. ഇത് നമ്മൾ വണ്ണപ്പുറത്ത് വന്നിട്ടുമാണ് വാങ്ങിച്ചത്. ഇതിന്റെ ഈ കല്ല് സംഗതികളൊക്കെ പോകും കേട്ടോ. ഇതൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കുഞ്ഞു കുട്ടിയും കൂടി അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കളറും ഗിൽറ്റും അങ്ങനത്തെ ഉള്ള സംഗതികളൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ മേടിച്ചാണിത്. കൊള്ളാം, കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്കുള്ളത് ബ്ലൗസ് പീസാണ്. നല്ല ഡാർക്ക് ബ്ലൂവില് സിൽവർ പ്ലസ് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്. 190 റുപ്പീസ് ആയിരുന്നു ഇതിന്. അപ്പം ഞാനൊരു 1.25 മീറ്ററാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഷോപ്പിങ്ങിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സമയമായപ്പോഴത്തേക്ക് നന്നു നീവിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
പ്ലീസ് ഷെയർ യുവർ ഫീഡ്ബാക്സ് ആസ് കമൻറ്റ്സ്.